കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ തുടരുന്നു. തീരപ്രദേശങ്ങളിൽ ജാഗ്രത. കടലാക്രമണത്തിനും കള്ളക്കടലിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. 2 ദിവസമായി തുടരുന്ന മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഡെങ്കിപ്പനിക്കെതിരെ മലയാളത്തിൽ ബോധവൽക്കരണവുമായി UAE ആരോഗ്യ മന്ത്രാലയം. രോഗം പരത്തുന്ന കൊതുകുകൾ പെരുകുന്നത് തടയാനും ജാഗ്രത പാലിക്കാനും ആവശ്യപ്പെട്ടാണ് ബോധവൽക്കരണം. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ പകൽ സമയത്താണ് സജീവമാകുന്നതെന്നും ജാഗ്രത പാലിക്കണമെന്നും UAE ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകുന്നു. നായകളിൽ ഹൃദയ ശസ്ത്രക്രിയ വിജയിപ്പിച്ച് UAE-യിലെ വെറ്റിനറി ഡോക്ടർമാർ. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായാണ് ഇത്തരമൊരു നേട്ടം. അബുദാബി ബ്രിട്ടീഷ് വെറ്റിനറി സെന്ററിലാണ് 3 നായകളുടെ ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. കുവൈറ്റിൽ പാർപ്പിട മേഖലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കുന്നു. അർദ്ധരാത്രിക്ക് ശേഷം എല്ലാ ഗവർണറേറ്റിലും ജനവാസ കേന്ദ്രങ്ങളിലും സുരക്ഷാ ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഖത്തറിൽ മ്യൂസിയങ്ങളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ്, 321 ഖത്തർ ഒളിമ്പിക്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയം, മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് എന്നിവയുടെ പ്രവർത്തന സമയത്തിലാണ് മാറ്റം. എല്ലാ മ്യൂസിയങ്ങളും വ്യാഴാഴ്ചകളിൽ രാവിലെ 9 മുതൽ രാത്രി 9 മണിവരെ പ്രവർത്തിക്കും. ഒമാനിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിൽ 210 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. 14 ദിവസങ്ങളിലായിരുന്നു പരിശോധന. മാർക്കറ്റുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ 12,377 സന്ദർശനങ്ങളാണ് അധികൃതർ നടത്തിയത്. കുവൈത്തിൽ അഗ്നിശമന സേനയുടെ പ്രത്യേക പരിശീലനം നേടി മെഡെക്സ് മെഡിക്കൽ ടീം. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് ജീവനക്കാരാണ് പരിശീലനം നേടിയത്. വേനൽക്കാലത്ത് സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് പ്രവർത്തനം. കുവൈത്ത് അഗ്നിശമന സേനാ വിഭാഗം ക്യാപ്റ്റന്മാരായ അഹമ്മദ് മൻസൂർ ബൌഷാഹ്രി, മുഹമ്മദ് വാഹിദ് അസിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഫുജൈറയിൽ സ്വദേശിയുടെ വില്ലയ്ക്ക് തീപിടിച്ച് 2 കുട്ടികൾ മരിച്ചു. ഫുജൈറയിലെ അൽ താബീൻ ഏരിയയിലെ വില്ലയ്ക്കാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.